Dear students, in today's class, we will discuss ideal and non-ideal solutions. What are ideal solutions? Ideal solution എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മറ്റൊരു ഐഡിയൽ സബ്സ്റ്റൻസ് ആണ് അല്ലേ? ഐഡിയൽ ഗ്യാസസ്. What are ideal gases? Those gases which obey the ideal gas equation, the famous equation you have studied last year, at all temperatures and pressures. Which is the ideal gas equation? PV is equal to nRT. So they are ideal gases. Here we see solutions. Volatile liquids അല്ലെങ്കിൽ volatile liquid solutions മാത്രം ഒബേ ചെയ്യുന്ന ലോ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? ഓർക്കുന്നോ? ഏതാത്? റൗൾ നിയമം, Raoult's law. What is Raoult's law? The partial vapor pressure of each volatile component is directly proportional to mole fraction of the component in the solution. അല്ലേ? P is directly proportional to chi or P is equal to P0 into chi. നമ്മൾ കണ്ടതാണ്. So, ideal solutions are those solutions which obey perfectly the Raoult's law. റൗൾ നിയമം പെർഫെക്റ്റ് ആയി അനുസരിക്കുന്ന സൊല്യൂഷൻസിന് പറയുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻസ്. ദാറ്റ് ഈസ് the solutions which obey the Raoult's law at all concentrations and at all temperatures. ഏത് ടെമ്പറേച്ചറിലും കോൺസെൻട്രേഷനിലും ഒബേ ചെയ്തിരിക്കണം, പെർഫെക്റ്റ് ആയി ഒബേ ചെയ്തിരിക്കണം. Consider a solution containing two volatile components A and B. We can separately apply the Raoult's law. അല്ലേ? ഇപ്പോൾ A എന്ന കമ്പോണൻറ്റ് വോളറ്റൈൽ ആയതുകൊണ്ട് you can take partial pressure of A, that is PA. You can write it as equal to P0A into chi A. അതുപോലെ for the component B, you can write what? PB is equal to P0B into chi B. So this is the Raoult's law expression, and the total vapor pressure of the solution will be PA plus PB യും ആയിരിക്കും. So these are ideal solutions. ഇത്തരത്തിൽ സൊല്യൂഷൻസ് റൗൾസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. Now we will see what are the conditions. ഒരു സബ്സ്റ്റൻസ് ലിക്വിഡ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? Due to the intermolecular attractions existing between them. മോളിക്യൂൾസ് തമ്മിലുള്ള ആകർഷണമാണ്. ആ ആകർഷണ ബലം വളരെ കൂടുതലാണെങ്കിൽ സബ്സ്റ്റൻസ് ഖരാവസ്ഥയിലേക്ക്, സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. വളരെ കുറവാണെങ്കിൽ സബ്സ്റ്റൻസസ്, മോളിക്യൂൾസ് ഫ്രീ ആവുന്നു. They become what? Gaseous state. So liquid state is the intermediate state between the solid state and the gaseous state, depending upon the difference in the intermolecular force of attraction. So നമ്മുടെ A volatile A liquid കൺസിഡർ ചെയ്യാം. അതിനകത്ത് ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് ഉണ്ട്. അത് AA ഇന്ററാക്ഷൻസ് എന്ന് എടുക്കാം. അതുപോലെ B എന്ന് പറയുന്ന വോളറ്റൈൽ ലിക്വിഡിലുള്ള അട്രാക്റ്റീവ് ഇന്ററാക്ഷൻസിനെ ഞാൻ BB എന്ന് എടുക്കുന്നു. സോ AA ഇന്ററാക്ഷനും അതുപോലെ BB ഇന്ററാക്ഷനും. എയും ബിയും മിക്സ് ചെയ്ത സൊല്യൂഷൻ ആക്കുമ്പോൾ you will get a new type of interaction between what? A and B. Mixture ആണ്. So that is AB interactions. Now, if a solution is to perfectly obey the Raoult's law, അതായത് ഐഡിയൽ ആവണമെങ്കിൽ, then the AB interactions must be almost the same as AA interactions and BB interactions. അതായത് പ്യുവർ കമ്പോണൻസിലുള്ള ഇൻ്ററാക്ഷൻസും ദെൻ സൊല്യൂഷനിലുള്ള കമ്പോണൻസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനും ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ മാത്രമേ ആ സൊല്യൂഷൻ എന്തായി മാറുള്ളൂ? ഐഡിയൽ ആവുള്ളൂ. അത്തരം സിമിലാരിറ്റി വരണമെങ്കിൽ the structural similarity must be there. A molecules must be what? Structurally similar to B molecules. A molecules and B molecules must have the same polarity. ഇങ്ങനെയാണെങ്കിലേ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് സെയിം ആയി വരുള്ളൂ. അതുപോലെ രണ്ട് ലിക്വിഡ്സ്, A എന്നും B എന്നുമാണ് ഞാൻ എടുത്തത്. ഞാൻ 50 ml Aയും 50 ml Bയും മിക്സ് ചെയ്താൽ
നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 100 മില്ലി ലിറ്റർ സൊല്യൂഷനാണ് കിട്ടേണ്ടത്. അത് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിലേ അങ്ങനെ കിട്ടുള്ളൂ. ബട്ട് ആക്ച്വലി ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ. ദർ വിൽ ബി വെരി സ്ലൈറ്റ് പോയിന്റ് ഡിഫറൻസ്. അതായത് 100 മില്ലി കിട്ടേണ്ട സ്ഥാനത്ത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് either greater, slightly greater 100.0002 or 02. Similarly 99.998. ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ വോളിയം വരും. അതാണ് സാധാരണ കാണുന്നത്. ആക്ച്വൽ കേസ് അതാണ്. പക്ഷെ ഐഡിയൽ സൊല്യൂഷൻസ് ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? പാടില്ല. അതായത് മിക്സ് ചെയ്യുമ്പോൾ, രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ there must not be any type of volume change. കൂടാനോ കുറയാനോ പാടില്ല. സോ വോളിയം ചേഞ്ചിനെ ഞാൻ ഡെൽറ്റ എന്ന് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ വി ഡ്യൂറിങ് മിക്സിംഗ്, ഡെൽറ്റ വി മിക്സിംഗ് must not be what there, or delta V mixing is equal to 0. Okay, delta V mixing must be equal to what? 0. വോളിയം ചേഞ്ച് പാടില്ല. അതുപോലെ തന്നെ സൊല്യൂഷൻസ് മിക്സ് ചെയ്യുമ്പോൾ I have already told you that there occurs a new type of interactions known as AB interactions. AB. Interaction means a new type of bond, a new type of attraction. അല്ലേ? A force of attraction ആണ്. Therefore, energy is involved. അപ്പോൾ കണ്ടോ, AA interactionsഉം BB interactionsഉം മാറി AB interaction ആവുമ്പോൾ bond is formed, new bonds are formed. അതുപോലെ already existing AA bonds and BB bonds are broken. ഒന്ന് ബ്രേക്ക് ചെയ്യുന്നു, മറ്റൊന്ന് ഫോം ചെയ്യുന്നു. So during bond breaking and bond making processes, energy changes are involved. Enthalpy changes are involved. Bond enthalpy changes are involved. This is the actual case. But if the solution is behaving perfectly ideal, there must not be any change in enthalpy. എൻതാൽപ്പിയിൽ, എനർജിയിൽ ഒരു മാറ്റവും വരരുത്. സോ ചേഞ്ച് ഡെൽറ്റ ആൻഡ് എൻതാൽപ്പി എച്ച് ആണെങ്കിൽ ഡെൽറ്റ എച്ച്, ദ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ് മസ്റ്റ് ബി ഈക്വൽ ടു 0 ഫോർ ഐഡിയൽ സൊല്യൂഷൻ. Once again, delta H mixing must be equal to 0. So these are the various conditions on the basis of which we can say that the solution which obey the Raoult's law perfectly at all concentrations and temperatures are known as ideal solutions. Now we will see the examples. Ideal solutions in examples in the റിയലായി ഒരു സൊല്യൂഷൻ പോലും ഐഡിയൽ ആയിട്ടില്ല. There is no solution which is perfectly behaving ideally. എങ്കിലും നമുക്ക് ഐഡിയലിറ്റിയിലേക്ക് ഏറെക്കുറെ എത്തിക്കാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന് ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ആണ്. അതായത് 2 എയും ബിയും അടങ്ങുന്ന വോളറ്റൈൽ കമ്പോണന്റിന്റെ സൊല്യൂഷൻ എടുത്താൽ അതിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കുക. ഓർ യു ആഡ് വാട്ട് 1 കമ്പോണന്റ് മോർ, അതിനെ ഡൈല്യൂട്ട് ആക്കുക, നേർപ്പിക്കുക. എത്രമാത്രം നേർപ്പിക്കുന്നോ, ഡൈല്യൂട്ട് ആക്കുന്നോ, ഒരു കമ്പോണന്റിന്റെ കോൺസെൻട്രേഷൻ മാത്രം കൂടി വരും. സോ മാക്സിമം ഡൈല്യൂട്ട് ദ സൊല്യൂഷൻ, ദ കോൺസെൻട്രേഷൻ ഓഫ് 1 കമ്പോണന്റ് ഇൻക്രീസസ് ആൻഡ് സച്ച് സൊല്യൂഷൻസ് വിൽ ബി ബിഹേവിംഗ് നിയർലി ഐഡിയലി. നോക്കുക, നിയർലി എന്നേ ഉള്ളൂ, കംപ്ലീറ്റ് അല്ല, പെർഫെക്റ്റ് അല്ല. സോ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ആർ ഓൾമോസ്റ്റ് ഐഡിയൽ. വേറൊന്ന് ഞാൻ പറഞ്ഞു, ഇന്ററാക്ഷൻസിനെ ബേസ് ചെയ്താണ് നമ്മളിത് പറയുന്നത്. സോ ഇന്ററാക്ഷൻസ് എങ്ങനെയായിരിക്കണം? സ്ട്രക്ചറൽ സിമിലാരിറ്റി വേണം മോളിക്യൂൾസ് തമ്മിൽ, അതുപോലെ പൊളാരിറ്റി സിമിലാരിറ്റി വേണം. അത്തരത്തിലുള്ള വോളറ്റൈൽ ലിക്വിഡ്സ് മിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻസ് ഐഡിയൽ ആവാം. ഉദാഹരണത്തിന് ബെൻസീനും ടുളുവിനും. ബെൻസീൻ റിംഗ് സ്ട്രക്ചർ, അതിലൊരു CH3 ഗ്രൂപ്പ് വരുന്നതാണ് ടുളുവിൻ. സോ ദേ ആർ കെമിക്കലി സിമിലർ, സ്ട്രക്ചറലി സിമിലർ, പൊളാരിറ്റിയും സിമിലർ ആണ്. സോ ഇവർ രണ്ടുപേരും മിക്സ് ചെയ്താൽ കിട്ടുന്ന സൊല്യൂഷൻ ഇസ് മോർ ഓർ ലെസ് ഐഡിയൽ. അനദർ എക്സാമ്പിൾ ക്ലോറോബെൻസീൻ ആൻഡ് ബ്രോമോബെൻസീൻ. കണ്ടോ, ക്ലോറിനും ബ്രോമിനും മാത്രമേ മാറുന്നുള്ളൂ. സോ ദർ ഇസ് സ്ട്രക്ചറൽ സിമിലാരിറ്റി, പൊളാരിറ്റി ഓൾസോ സിമിലർ. ഈഥൈൽ ബ്രോമൈഡ് ആൻഡ് ഈഥൈൽ ക്ലോറൈഡ്. ഈഥൈൽ ബ്രോമൈഡ് ക്ലോറൈഡ്, അവിടെയും ബ്രോമിനും ക്ലോറിനുമേ മാറുന്നുള്ളൂ.
നോർമൽ ഹെക്സെയിൻ പ്ലസ് നോർമൽ ഹെപ്റ്റെയിൻ. നോർമൽ ഹെക്സെയിനും നോർമൽ ഹെപ്റ്റെയിനും ഒരു CH2, ഒരു കാർബൺ CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സോ ഇത്രയും സൊല്യൂഷൻസ് പെർഫെക്റ്റ്ലി ഐഡിയൽ എന്ന് പറയാൻ പറ്റില്ല. ദേ ആർ ബിഹേവിങ് വാട്ട് നിയർലി ഐഡിയൽ സൊല്യൂഷൻസ്. അടുത്തത് ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഈ ഗ്രാഫ് ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. വേപ്പർ പ്രഷർ എഗൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഫോർ ടോട്ടൽ വേപ്പർ പ്രഷർ കാണിക്കാൻ വേണ്ടി വരച്ചത് ഓർമ്മയുണ്ടോ? ഞാൻ വേപ്പർ പ്രഷറിനെ y ആക്സിസിലും ഏതെങ്കിലും ഒരു മോൾ ഫ്രാക്ഷനെ x ആക്സിസിലും എടുക്കുന്നു. അന്ന് ഞാൻ എടുത്തത് Chi2 ആയിരുന്നു. അപ്പോൾ ഇക്വേഷൻ പി ടോട്ടലിൻ്റെത് ലീനിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാഫ് കിട്ടുന്നതെല്ലാം ലീനിയർ ഗ്രാഫുകളാണ്. ആ ഗ്രാഫിൽ നമുക്ക് 3 ലീനിയർ ഗ്രാഫ്സ് ആയിട്ടാണ് അത് വരയ്ക്കുന്നത്. ഒന്ന് P1ൻ്റെ ഗ്രാഫ് 1 and 2 ആയിട്ടാണ് ഞാൻ കമ്പോണൻസ് എടുക്കുന്നതെങ്കിൽ, ഒന്ന് P1ൻ്റെ ഗ്രാഫ്, അതാണ് P1 is equal to P01 into Chi1. രണ്ടാമത്തത് P2ൻ്റെ ഗ്രാഫ്, P2 is equal to P02 into Chi2. ഇവരുടെ രണ്ടുപേരുടെയും മാക്സിമം പോയിന്റ്സ് പറയുന്നതാണ് P01ഉം P02ഉം. ഇത് ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. നമ്മൾ കണ്ടതാണ്. സോ ദിസ് ഇസ് ദ ഗ്രാഫ് ഫോർ ഐഡിയൽ സൊല്യൂഷൻ. സോ വൺസ് അഗെയിൻ, ideal solutions must obey the Raoult's law perfectly at all concentrations and temperatures. AA interactions must be equal to BB interactions, which is again equal to AB interactions. Delta V mixing must be equal to 0 and delta H mixing must be equal to 0. Only ideal solutions are known which are nearly ideal, not completely or perfectly ideal. Very dilute solutions or with chemical or structural polarity similarities such as benzene, toluene, chlorobenzene, bromobenzene, etc.